ഹായ് ഡിയേഴ്സ്, ഈ ചാപ്റ്ററിൽ നിന്ന് ഈ ചിഹ്നങ്ങൾ നോക്കാണ്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്യൂമറിൻ്റെ ചാപ്റ്ററിലെ നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ ലെങ്തി ഒന്നല്ല, വളരെ സിമ്പിൾ ചാപ്റ്റർ ആണത്. അപ്പോൾ അതിൽ ഈ ഒരു 3 ചിഹ്നങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക്. ഈ ISI എന്ന് പറയുന്നത് നമ്മൾ പരസ്യത്തിലൊക്കെ കാണാറുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ISI മാർക്കുള്ള സാധനങ്ങൾ മേടിക്കുക എന്ന് പറയുന്നത്? വേറെ ഒന്നല്ല, അതൊരു ക്വാളിറ്റിയാണ്. എന്തിൻ്റെ ആണ് അവിടെ ഇമ്പോർട്ടൻറ്റ്? ക്വാളിറ്റി മെഷേഴ്സ് ആണ് എല്ലാം തന്നെ. അതായത് ഇത് നമ്മൾ പറയില്ല, പൊതുവെ ഗുണമേന്മയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എന്തിൻ്റെ ഗുണമേന്മ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് എന്ന് പറയും. അതായത് വ്യാവസായിക ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്ന സംഭവങ്ങൾ, വൈദ്യുത ഉപകരണങ്ങൾ, അതുപോലെ സിമെൻറ്റ്, പേപ്പർ, പെയിൻറ്റ്, ഇവയൊക്കെയാണ് ISI മാർക്ക് ഉണ്ടാവുക. ഇനി ആഗ് മാർക്ക് എന്ന് ആലോചിക്കുമ്പോൾ അഗ് എന്ന് ആലോചിച്ചാൽ മതി. അഗ്രികൾച്ചർ, കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയാണ് ആഗ് മാർക്കിലുള്ളത്. പിന്നെ FSSAI, എഫ് വെച്ച് തുടങ്ങുന്ന ഫുഡ്, അതായത് ഭക്ഷ്യസുരക്ഷയാണ് അവിടെ മെയിനായിട്ട്. ഓക്കെ, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണത്. അപ്പോൾ എനിവേ എൻഷുർ ഫുഡ് സെക്യൂരിറ്റി. എന്നാലും ഇതിൽ നിന്ന് നമ്മളൊരു ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. നോക്കാണ്ട് പോവണ്ട. ബൈ. കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് വൈകിട്ട് 6 മണിക്ക് നമുക്ക് കാണണം. 6 മണിക്ക് എല്ലാവരും വരും കേട്ടോ. ബൈ, സി യു.